നമസ്കാരം. ഞാൻ ധന്യ, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്ററാണ്. വെൽക്കം ടു ധന്യാസ് ലേൺ വിത്ത് ഫൺ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതാണ്. എഴുതാനും വായിക്കാനും സംസാരിക്കാനും എല്ലാം പഠിക്കേണ്ടതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ സ്വന്തം ഭാഷ, മാതൃഭാഷയും പഠിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, പല മാതാപിതാക്കളും വലിയ അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് മലയാളമൊന്നും അറിയില്ല, മോനോടും അല്ലെങ്കിൽ മോളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയൂ കേട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ അഭിമാനമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മാതൃഭാഷയെ ആദ്യം ബഹുമാനിക്കുകയും, എല്ലാ ഭാഷകളും മനോഹരമാണ്, നമ്മുടെ മാതൃഭാഷയെ നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് അറിവ് നേടുകയും അതിലും പ്രാവീണ്യം നേടാനായിട്ട് കുട്ടികളെ സഹായിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അവരോട് ഇടപെടുന്ന മുതിർന്നവർ എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളിൽ മാതൃഭാഷയോട് സ്നേഹവും ബഹുമാനവും വളർത്തിയെടുക്കുക എന്നുള്ള ഒരു കാര്യം. ഞാൻ ഇനി മുതൽ മലയാളം ക്ലാസ്സുകൾ അല്ലെങ്കിൽ മലയാളത്തെക്കുറിച്ചുള്ള വീഡിയോസ് ഇടാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് മലയാളം പാട്ടുകൾ, മലയാളം കഥകൾ, മലയാളം അക്ഷരമാല പരിചയപ്പെടുത്തൽ എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. മലയാളം അക്ഷരമാല, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ വ്യതിയാനങ്ങൾ എല്ലാം, വ്യത്യാസങ്ങൾ എങ്ങനെ ഉച്ചരിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് മനഃപ്പാഠമായാൽ തന്നെ, അത് അവർക്ക് മനസ്സിലായാൽ തന്നെ അക്ഷരത്തെറ്റ് കൂടാതെ എഴുതുവാനും ഉച്ചരിക്കാനും എല്ലാം സംസാരിക്കാനും എല്ലാം അവർക്ക് പറ്റും. അപ്പോൾ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ മലയാളം ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നതാണ്. ഒരുപാട് പേരൻസ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ തന്നെ എനിക്കും പേഴ്സണലി ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു, നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടി ഉപകരിക്കുന്ന വീഡിയോസ് ഇടണം എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. ഞാനത് ഇനി മുതൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് നമുക്കറിയാം. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 അക്ഷരങ്ങളാണ് ഉള്ളത്. 26 ലെറ്റേഴ്സ് ആണ് ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ളത്. പലരും ഇത് റോങ് ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് എ എന്ന ആൽഫബറ്റ്, ബി എന്ന ആൽഫബറ്റ്, സി, ഡി, ഇ, എഫ് എന്ന ആൽഫബറ്റ് എന്നൊക്കെ. ഇത് തെറ്റായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ അക്ഷരമാല എന്ന് പറയില്ലേ, ആ അക്ഷരമാലയിലാണല്ലോ മലയാളത്തിലെ അക്ഷരങ്ങളെല്ലാം ഉള്ളത്. ആ സെറ്റ് ഓഫ് അക്ഷരങ്ങളെയാണ് നമ്മൾ അക്ഷരമാല എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ ഈ 26 ലെറ്റേഴ്സ് അടങ്ങുന്ന ആ ഒരു സെറ്റിനെയാണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ അക്ഷരമാല എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിൽ ആൽഫബറ്റ്. ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് 26 ലെറ്റേഴ്സ് ടുഗദർ. അതാണ് ആൽഫബറ്റ്. ഇത് പലരും മാറി പറയുന്നത് കേട്ടിട്ടുണ്ട്, തെറ്റായ രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അല്ല, ഇത് അറിയാത്തവരുടെ അറിവിലേക്ക് ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. നന്ദി.